കൊക്കുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇയേഴ്സ് റീവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുവാണ്. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇനി അടുത്തൊരു വർഷത്തേക്ക് എൻ്റെ പ്ലാനിങ് എന്താണ് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് മനസ്സിൽ കാണുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഈ ബ്രാൻഡ് തുടങ്ങിയൊരു കഥ പറയാം. വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്തൊരു ബ്രാൻഡായിരുന്നു ജി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. അത് നമ്മൾ കൊക്കൂണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പം ജി എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ്. എൻ്റെ ഫ്രണ്ട് പറയുന്നു, ഇവിടെ ഞാൻ ജയ്പൂർ വിസിറ്റിന് പോകുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ കടം വാങ്ങിക്കുകയാണ്. ചേച്ചിയുടെ കയ്യിൽ നിന്ന് മാത്രമല്ല, അളിയൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ പലരുടെ കയ്യിൽ നിന്നും കുറച്ച് എമൗണ്ട് വാങ്ങിച്ചിട്ടാണ് ഞാൻ ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ട് എടുക്കുന്നതിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ബ്രാൻഡിൻ്റെ ലോഗോയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താ പറയുക പലയിടത്തായിട്ട് നടന്നെങ്കിലും അതെല്ലാം കൃത്യസമയത്ത് സെറ്റ് ആയതുപോലെ തന്നെയായിരുന്നു ബ്രാൻഡ് ഓപ്പൺ ചെയ്തത്. ബ്രാൻഡ് ഓപ്പൺ ചെയ്തപ്പോൾ വളരെ ചെറിയ ചെറിയ ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട്. അറിയുന്ന ആൾക്കാരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നാൾ നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഓണം എത്തി. ഓണത്തിന് അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട്. അറിയാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് എനിക്ക് ഓർഡേഴ്സ് കിട്ടി തുടങ്ങി. അങ്ങനെ വളരെ സ്മൂത്തായിട്ടാണ് ഈ ഡിസംബർ വരെ പോയിക്കൊണ്ടിരുന്നത്. എല്ലാ കാലത്തും നമ്മുടെ ബ്രാൻഡിന് എപ്പോഴും എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ഈ വർഷം നടക്കാത്ത ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ പേജിന് ഒരു 10K എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം മാത്രമാണ് ഇതുവരെ നടക്കാത്തത്. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്പീഡിലാണ് എൻ്റെ ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ കൂടുന്നത്. അതിന് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസിന് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ആൻഡ് നിങ്ങൾ ലൈക്ക് ചെയ്യാറുണ്ട്, നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതെല്ലാം ഭയങ്കര സന്തോഷം തന്നെയാണ്. ആൻഡ് അടുത്തൊരു വർഷവും ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ബ്രാൻഡ് ഈ ഒരു ലെവലിലേക്ക് എത്തണം. ഇനിയും കുറച്ചുകൂടെ കസ്റ്റമേഴ്സിനെ കിട്ടണം. ഒരു റെഡിമെയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ പേജ് മാറണമെന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം എനിക്കും സാധിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും. അതെല്ലാം നിങ്ങൾക്ക് നടക്കട്ടെ. അപ്പോൾ ഈ ബ്രാൻഡിൽ നിന്ന് എനിക്ക് പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും മുന്നോട്ട് നടക്കുക എന്നുള്ളതാണ്. എന്ത് പ്രശ്നം വന്നാലും എന്ത് സംഭവിച്ചാലും നിങ്ങളൊന്ന് ജസ്റ്റ് മൂവ് ആകുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ സ്റ്റക്കായി നിൽക്കാതെ അടുത്ത സ്റ്റെപ്പ് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളെ വിജയത്തിലേക്ക് തന്നെയായിരിക്കും എത്തിക്കുക. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേരുകയാണ്. ഈ ഒരു വർഷം നിങ്ങളുടെ വർഷമായിട്ട് മാറട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടട്ടെ. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഒരിക്കൽ കൂടി കൊക്കുവിൻ്റെ പേരിൽ എൻ്റെ പേരിലും ഞാൻ നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞൊരു ന്യൂ ഇയർ ആശംസിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.